ഹലോ, നമുക്കൊരു പുതിയ ഐറ്റം തയ്യാറാക്കാം. ഇന്ന് ചപ്പാത്തിക്കും ചോറിനും വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ ഒരു വഴുതനങ്ങയാണിത്. ഇതിൻ്റെ ബാക്കി ചേരുവകളും കൂടെ കൂടുമ്പോൾ ധാരാളമുണ്ട്. രണ്ടുപേർക്ക് നന്നായി കഴിക്കാൻ മാത്രമുണ്ട്. പിന്നെ ബാച്ചിലറായിട്ടുള്ള കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായതുമായ ഒരു കറിയാണ്. നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ എൻ്റെ കുക്കിങ്ങിൽ ഒരിക്കലും ഞാൻ ആർട്ടിഫിഷ്യൽ കളറിങ്ങോ അതുപോലെ തന്നെ പിന്നെ ആർട്ടിഫിഷ്യൽ മസാലകളൊന്നും ചേർക്കാറില്ല. നമ്മുടെ നോർമൽ മസാല കൊണ്ടുള്ള കേമമായ ഒരു ടേസ്റ്റിലാണ് ഞാനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വഴുതനങ്ങ ഹാഫായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് വിട്ടു പോകാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് കഴുകുന്നത് നല്ലതാണ്. പിന്നെ ഇനി ചീനിച്ചട്ടിയിലേക്ക് നല്ലപോലെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇത്തിരി കൂടി വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇതിന് ശേഷം ഇനി നമുക്ക് ഇഞ്ചിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉള്ളിയാണ്. നമ്മുടെ ഉള്ളി, വലിയ ഉള്ളി വളരെ സ്ലൈസസായി കട്ട് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുടുത്തിക്കിടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് സ്ലൈസസായി കട്ട് ചെയ്തത് 2 പച്ചമുളകുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ മുളകുകളും ഒക്കെ ചേരാനുള്ളതാണ്. അപ്പോൾ അധികം പച്ചമുളക് വേണ്ട. ഇനി ഇതിനെ ഷാലോ ഫ്രൈയേക്കാൾ അല്പം കൂടി കൂടുതൽ ഫ്രൈ ചെയ്യണം. നമ്മൾ വഴുതനങ്ങ എന്ന് പറഞ്ഞത് ഒരു വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും എല്ലാം ഭയങ്കര ഗംഭീരമായൊരു പച്ചക്കറിയാണ്. ഇത് ഷുഗറും കൊളസ്ട്രോളിനും പിന്നെ നമ്മുടെ ഡൈജഷനും അതുപോലെ തന്നെ പിന്നെ വൈറ്റമിൻ B6 ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഓരോ മസാലയും കുറച്ച് ആഡ് ചെയ്യണം. കുരുമുളക് പൊടിച്ചതാണ്. കുരുമുളക് വളരെ നല്ലതാണ്. വഴുതനങ്ങയുടെ കൂട്ടത്തിൽക്കൂടെ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരുന്ന ഉപ്പതാണ്. ഈ ഉപ്പ് ഞാൻ ഡയറക്റ്റ് ചേർക്കുകയില്ല. ഇത് റോക്ക് സാൾട്ടാണ്. ഇതിൽ കല്ലിൻ്റെ അംശമുണ്ട്. നിങ്ങളിത് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അധികമില്ലെങ്കിൽ അല്പാൽപ്പം കല്ലുകളുണ്ട് ഇതിൽ. അപ്പോൾ ഇനി മസാലകളിൽ ഗരം മസാലയാണ്. ഞാൻ വീട്ടിൽ പൊടിച്ച മസാലയാണ്. 1/2 സ്പൂൺ നല്ലപോലെയുണ്ട്. അത് ഒരു ബ്രിഞ്ചാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് മതി. ഇത് കൂടി ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് നല്ല കളറിനും. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞളും കുരുമുളകും കൂടി ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് നീർക്കെട്ടലുകളൊക്കെ മാറി കിട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ ഇത് പല മസാലക്കറികളിലും ഇത് വളരെ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു മസാലയാണ് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മസാല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പച്ചയോടെ ഇടുന്നത് ടേസ്റ്റ് നന്നാവില്ല. അപ്പോൾ ഇത് ഉപ്പ് ഞാൻ കലക്കിയ ഉപ്പ് വെള്ളമാണ്. ഇതിൻ്റെ അടിയിൽ കുറച്ച് കല്ലുകളുണ്ടാവും. നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുക. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ട്. ഹെൽത്തി ഉപ്പാണെന്നും പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിക്കുക. ഇതിലേക്ക് നമുക്കിനി അല്പം വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഈ മസാല നമുക്ക് കുക്കായി വരുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഇതൊരുവിധം നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് തന്നെ ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ചു വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് എൻ്റെ നെഞ്ചിന് ഈ തിരിച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് പെട്ടെന്ന് വെന്ത് പോവും. ഇത് ഈസി കുക്കിംഗ് ആണ്. ഇത് വളരെ എളുപ്പം വഴുതനങ്ങ വെന്ത് കിട്ടും. ഇതിനോടൊപ്പം നമ്മൾ തക്കാളിയും കൂടി ഇതിനോടൊപ്പം തന്നെ സ്മാഷായി മസാലയിൽ അത് നല്ല ഗ്രേവി ഫോം ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ കളറ് നന്നായിട്ട് ഗ്രേവി ഫോം ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് മൂടൽ വെച്ച് ചെയ്യാം. തീ താഴ്ത്തി വെച്ചിട്ട്. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ തിരിച്ചും മറിച്ചും ഇടണം. അതുപോലെ തന്നെ സ്ലൈസസ് വിട്ടു പോകാതിരുന്നാലാണ് ഇത് നമ്മൾ കഴിക്കാൻ ആർക്കെങ്കിലും എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മൂട് ഇതിൻ്റെയും ഇത് പറയില്ലേ ചോടെന്ന് പറയുന്ന സാധനം, അതിനെ വിടിയിച്ച് കളയരുത്. അത് നമ്മൾ കഴുകിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വിട്ടു പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. കുറച്ച് നേരത്തേനൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ മോഡലെടുത്തതിന് ശേഷം തിരിച്ചൊന്നോടെ വെച്ചു.
ഇനി അല്പം നേരം കൂടെ കഴിഞ്ഞ് ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 80% ഇതിൻ്റെ കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി അല്പം കൂടെ ഒന്ന് കുക്കായി മയമായി വരാനുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് എൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചപ്പാത്തിയുടെ കൂടെ നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത, വായിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു അനുഭൂതിയാണ് ഈ കറിക്ക്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫില്ലിങ് റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.